ഇന്ന് പതിവില്ലാതെ എന്താണെന്നറിയത്തില്ല, കലഞ്ഞൂരിലെ മഹാദേവനെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കുളിച്ച് റെഡിയായി ഞാനും ഏട്ടനും മക്കളും കൂടി കലഞ്ഞൂരമ്പലത്തിലോട്ട് വിട്ടു. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീല് കേട്ടോ, സൂപ്പർ. ആ നൈറ്റ് അങ്ങോട്ടൊന്ന് ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ, എൻ്റെ പൊന്നോ, ആ ഒരു ശാന്തത ഞാൻ എത്ര പറഞ്ഞാലും അത് മനസ്സിലാകാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയണം. എന്തൊരു രസമാണെന്നറിയാമോ ആ നൈറ്റിൽ ആ മക്കളൊക്കെ അതുവഴി ഓടി നടക്കുമ്പോൾ ഉള്ള നമുക്ക് ആ ഒരു നമ്മുടെ സന്തോഷം. ഭഗവാനെ, ഇത്രയും ഭാഗ്യം ചെയ്ത ഉള്ള ഒരാളാണ് ഞാൻ ഓർത്തു പോവാണ്. എന്തായാലും ഞങ്ങൾ 3 പേരൂടെ അവിടെ കലഞ്ഞൂരിലെ അമ്പലത്തിലെ മുറ്റത്തൂടെ നടന്നു. അവിടെ ഒരുപാട് നേരം ഇരുന്നു. എന്തായാലും നമ്മുടെ കലഞ്ഞൂർ മഹാദേവൻ്റെ അടുത്ത് ചെല്ലുമ്പം എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്ന പോലൊരു ഫീലിംഗാണ് കേട്ടോ എനിക്കുള്ളത്. അത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നത് എങ്ങനെയാണോ, എനിക്ക് നല്ലൊരു സമാധാനമാണ് അവിടെ ചെല്ലുമ്പം. അതെത്ര പറഞ്ഞാലും എനിക്ക് ആക്കിത്തരാൻ പറ്റത്തില്ല, അത്ര നല്ലൊരു ഫീല്. അതാണ്, ഞാൻ ഒന്നും നോക്കിയില്ല. എൻ്റെ മനസ്സിന് എന്തോ ഒരു വിഷമം ആ ഒരു രാത്രി തോന്നിയായിരുന്നു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. ഏട്ടാ എനിക്ക് കലഞ്ഞൂർ മഹാദേവൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു പോരാൻ പറഞ്ഞു. ഞങ്ങൾ വണ്ടി എടുത്തു, നേരെ ഭഗവാന്റെ അടുത്തോട്ട് വന്നു. നാളെ ശിവരാത്രിയാണല്ലോ, അപ്പം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എല്ലാം കണ്ടും കേട്ടും ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് വരാനായിട്ടൊക്കെ ഒരുങ്ങി. പക്ഷേ അവിടെ നിന്ന് വരണമെന്ന് മനസ്സേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് മക്കളൊക്കെ ആയിട്ട് വീട്ടിൽ വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വരേണ്ട ഒരാവശ്യം ഉള്ളതിനാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും എനിക്ക് അങ്ങനെ ഇറങ്ങണമെന്നേ ആഗ്രഹമില്ലായിരുന്നു ഭഗവാന്റെ അടുത്ത് നിന്ന്. എൻ്റെ പൊന്നോ ഭഗവാനേ, ശംഭോ മഹാദേവ. നിങ്ങളിൽ എത്ര പേര് ഇതുപോലെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ തോന്നുമ്പോൾ ഇതുപോലെ അമ്പലത്തിൽ വന്നിരിക്കും? ഒന്ന് പറയണേ.